രാജാതിരാജാവും കർത്താതികർത്താവുമായ സർവശക്തനായ ദൈവത്തിന് ഈ പകലിൽ മുഴുവൻ മഹത്വവും കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിന് ഇന്ന് പകലിൽ ആരാധന അർപ്പിക്കാം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് വേണ്ടി ഉത്തരമരുളി. നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട യാചനകൾക്ക് ചെവി തന്ന അവിടുത്തെ വിശ്വസ്തതയാലും നീതിയാലും നമുക്ക് ഉത്തരമരുളിയ ആ നല്ല നാഥന് ഇന്ന് പകലിൽ നമുക്ക് നന്ദി പറയാം. നമ്മുടെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഒരു ദിവസം കൂടെ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യമൊക്കെ തന്ന് നിർത്തിയത് ദൈവത്തെ വാഴ്ത്തുവാനും ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനുമാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. കാരണം യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. ഈ പകലിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കാരണങ്ങൾ ഒത്തിരി ദൈവം നമുക്ക് വേണ്ടി ഒരാഴ്ച ചെയ്തിട്ടുണ്ട്. കണ്ടുപിരിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം, അദൃശ്യമായ കരം, ദൈവത്തിൻ്റെ വലിയ കൃപ, മഹാകരുണ നമ്മുടെ മേൽ പകർന്നതോർത്ത് നന്ദിയോട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അടങ്ങിയിരിക്കാൻ കഴിയാത്ത നിലകളിൽ ഓരോ മേഖലകളിലും വിവിധങ്ങളായ നിലകളിൽ കർത്താവ് നമ്മെ കഴിഞ്ഞ ഒരാഴ്ചയിൽ നടത്തിയില്ലേ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും വിവിധങ്ങളായ നിലകളിൽ നടത്തിയ ദൈവത്തിന് ഇന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന് നമുക്ക് നന്ദി പറയുവാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ യാചനയ്ക്ക് ചെവി തന്ന് നമ്മെ നടത്തിയ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിപ്പാൻ, അവിടുത്തെ ദയയും വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യാൻ, അവിടുത്തെ നാമത്തിന് മീതിയൊക്കെയും അവിടുന്ന് വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുക. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയം, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിന്, ഒരു നല്ല പ്രഭാതം കാണുവാൻ അനുവദിച്ചതിന്, കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്നതിന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ആരോഗ്യത്തോടെ പരിപാലിച്ചതിന്, വീഴാതെ വണ്ണം സൂക്ഷിച്ച ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പകലിലും ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങേക്ക് പ്രസാദമായി യാഗമർപ്പിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ആരായുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങളേക ഹൃദയത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ, നിർമ്മല മനസാക്ഷിയോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വാക്കിനാൽ, പ്രവൃത്തിയാൽ, നോട്ടത്തിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, അങ്ങേക്ക് അനിഷ്ടമായത്, അങ്ങേക്ക് വിരോധമായത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന് പകലിൽ സഭയൊരുമിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഞങ്ങളോട് ഇടപെടേണ്ടതിനായി, ഞങ്ങളെ നയിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകലിൽ സഭായോഗമായി ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, ഞങ്ങളുടെ നല്ല സാക്ഷ്യങ്ങൾ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ഇതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദമായി അങ്ങേക്ക് പ്രസാദമായി സമർപ്പിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകലിലും കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവിടുന്ന് ജനത്തെ ഉറപ്പിച്ചതുപോലെ ഇന്ന് പകലിലും ഞങ്ങളെ അവിടുന്ന് ഉറപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. പാദപീഠത്തിലായിരിക്കുന്ന സമയം അവിടുത്തെ കൃപ ഞങ്ങളെ മൂടേണ്ടതിനായി അപേക്ഷിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്കറിയാവുന്ന ഗാനങ്ങൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. ചേർന്ന് പാടി നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരമപിതാവിന് സ്തുതി പാടാം, കാരണം അവനാ നമുക്ക് വേണ്ടി ജീവനെ നൽകിയത്. ഒരിടയനെ പോലെ നമ്മെ തേടി വന്നു. ഒരു മാതാവ് ഒരമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം നമുക്ക് തന്നു. കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. സ്തോത്രം ചെയ്യാം ഈ ദൈവത്തിന് ഹൃദയംഗമമായി. നമുക്ക് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവൻ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു,
സകലവും നീക്കിയിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. നൽകിയവൻ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വാഹിച്ചു നമ്മെ. നീലപ്പാരിയായി നാം നശിച്ചിടാതെ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ നൽകിയവൻ. പാവങ്ങളാകവെ ക്ഷമിച്ചിടുന്നു. രോഗങ്ങളാകിലവൻ നീക്കിയിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി. കുമ്പിടാം അവൻ മുൻപില്ലാദരവാൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി. കുമ്പിടാം അവൻ മുൻപിൽ ആദരവാൻ. ഹല്ലേലൂയ പാടാം മോദമോടെ. അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം. ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു. രോഗങ്ങളാകിലവൻ നീക്കിയിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വാഹിച്ചു നമ്മെ. നീലപ്പാരിയായി നാം നശിച്ചിടാതെ. പരമപിതാവിനു സ്തുതി പാടാം. നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവൻ. പാവങ്ങളാകവെ ക്ഷമിച്ചിടുന്നു. രോഗങ്ങളാകി
പരമപിതാവിനു അവനല്ലോ ജീവൻ നൽകിയവൻ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലൻ കൂടെയിരിക്കും, രോഗശയ്യയിലൻ കൂടെയിരിക്കും ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റും, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റും ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എൻ്റെ മേൽ ശിഷ്ടമായി നോക്കും, ദൃഷ്ടി എൻ്റെ മേൽ ശിഷ്ടമായി നോക്കും ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കും, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കും ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയിലെന്നെ കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസാലിയും, കണ്ണുനീർ തൂകുമ്പോൾ മനസാലിയും ദൈവത്തിനു സ്തോത്രം. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഓ വെച്ചതല്ലയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, വെച്ചതല്ലയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു
ശിഷ്ടമായി നോക്കുന്ന ദൃഷ്ടി എൻ്റെ മേൽ ശിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ക്ഷാമകാലത്തിനെ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തിനെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. വെച്ചതല്ലയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന വെച്ചതല്ലയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ദൃഷ്ടി എൻ്റെ മേൽ ശിഷ്ടമായി നോക്കുന്ന ദൃഷ്ടി എൻ്റെ മേൽ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ചെയ്യുവാൻ എണ്ണമില്ലാത്ത നന്മകൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ. എത്ര പേർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം
ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കിയ ദൈവം, ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ ദൈവം, നിന്റെ ഭാരം എന്റെ ചുമലിലിടുവാൻ ആവശ്യപ്പെട്ട ദൈവം, ആലപ്പെട്ട തള്ളയേക്കാൾ സ്നേഹിക്കുന്ന സ്നേഹം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിഞ്ഞ ദൈവം, വൻ കൃപയിൽ നമ്മെ ഇന്നയോളം നടത്തിയ ദൈവം, ദൃഷ്ടി നമ്മുടെ മേൽ വച്ച ഇഷ്ടമായി നമ്മെ നടത്തിയൊരു ദൈവം, ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമത്തോടെ പോറ്റിയ ദൈവം, രോഗശൈലിയിൽ നമുക്ക് കൂടെയിരുന്ന ദൈവം, ഇന്ന് പകൽ ആത്മശക്തിയാൽ നമ്മെ നിറച്ച ദൈവം, പാപഭാരത്തിൽ നമ്മെ രക്ഷിച്ച ദൈവം, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ രക്ഷകനായി തീർന്ന ദൈവം, ആ ദൈവത്തിന് ചേർന്ന് നന്ദി പറയുന്നത്. ഓ ഹല്ലേലൂയ. പാപഭാരത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചവൻ, ഇന്ന് പകലിൽ ക്ഷേമത്തോടെ പോറ്റുന്ന ദൈവം, ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ ദൈവം, ആ ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ശത്രുക്കളുടെ മുൻപാകെ തല ഉയർത്തിയ ദൈവം, ഹല്ലേലൂയ. വൻ കൃപയിൽ നമ്മെ ഇന്നയോളം ഈ നിമിഷം വരെ കാത്തുപരിപാലിച്ച ദൈവം, കണ്ണുനീർ തൂകിയപ്പോൾ തുരുത്തിയിൽ ശേഖരിച്ച ദൈവം, ഓ ഹല്ലേലൂയ. ഒരു പെറ്റ തള്ളയേക്കാൾ നമ്മെ സ്നേഹിച്ച ദൈവം, ഓ ഹല്ലേലൂയ. രാജാവേ നന്ദി കർത്താവേ, രാജാതി രാജാവിന് മഹത്വം. എല്ലാവരും ഹൃദയം തുറന്നു ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ നിമിഷം വരെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നയോളം നമ്മെ നടത്തിയ ദൈവം, ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവം, ഇനി മേലാൽ നമ്മെ നടത്തുന്ന ദൈവം, ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ വലിയ കൃപ തിരിച്ചറിഞ്ഞുകൊണ്ട്, മാറ്റമില്ലാത്ത സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ ദൈവമക്കളെ നമുക്ക് ഇന്ന് പകലിൽ ഇടയാകട്ടെ. ഹല്ലേലൂയ. രാജാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്, രാജാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് സ്നേഹനിധിയായ കർത്താവ്. നമ്മെ ലോകത്താരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ കർത്താവ് മാത്രമാണ്. മനുഷ്യന്റെ സ്നേഹം വെറും വാക്കുകളിലും ചിലപ്പോൾ ചില സമയങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കുമ്പോൾ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമോർത്താൽ, അതിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ നീളമോർത്താൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇന്ന് പകലിൽ നമ്മെ ജീവനോട് ഇന്ന് പകൽ നിലനിർത്തിയത്. ആ ദൈവത്തിന് നമുക്ക് എന്താ ഇന്ന് പകലിൽ കൊടുക്കാൻ കഴിയുക? നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പകരുവാനിടയായി തീരണം. ഇന്ന് പകലിൽ ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനമാണെന്ന് ഇന്ന് പകലിൽ എത്ര പേർ തിരിച്ചറിയുന്നു? ഇന്ന് ലോകം അത് തിരിച്ചറിയുന്നില്ല, വെട്ടിപ്പിടിക്കുന്നതാണെന്നാണ് ചിന്ത. എന്നാൽ ഒരു ദൈവ പൈതൽ പറയുവാൻ കഴിയണം, നിന്റെ ദാനം ഞങ്ങൾ അനുഭവിച്ചു, നിന്റെ സ്നേഹം ഞങ്ങൾ രുചിച്ചറിഞ്ഞു. യേശുവേ, എൻ്റെ ദൈവമേ, നീ എന്നും മതിയായവൻ. നമുക്ക് ദൈവസ്വരത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ചേർന്ന് പാടാം. യേശു എനിക്ക് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് എൻ്റെ മനം പാടുകയാണ്. സ്തോത്രത്തിന്റെ പല്ലവികൾ ഇന്ന് പകൽ ദൈവസ്വരത്തിൽ പാടുവാനിടയാകണം. ഈ ദൈവത്തിന്റെ വലിയ സ്നേഹം, മഹാസ്നേഹം ഒന്ന് ചിന്തിച്ച്, എത്ര നാള് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചത്. ആ സമയങ്ങളൊക്കെ നമ്മൾ അന്യരായി, അനാഥരായിട്ടൊക്കെ മാറിയപ്പോൾ, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ധന്യരായി തീർന്നില്ലേ? നമ്മുടെ ജീവൻ പോയാലും നമുക്കതിനകത്ത് ഭാരമില്ല. കാര്യം ആത്മാവിന് നിത്യജീവൻ തന്നത് യേശു ക്രിസ്തു. നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ, നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ, നമ്മെ വേർതിരിച്ചിരിക്കുമ്പോൾ,
നമ്മുടെ ഹൃദയം ആനന്ദിപ്പാൻ ഇന്ന് പകലിടയാകണം. സ്വർഗീയ സൗഭാഗ്യം ആ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഒരിക്കൽ കൂടെ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ
മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു ഓ നിന്ദാനം ഞാൻ അനുഭവിക്കുന്നതെല്ലാം അങ്ങയുടെ ദാനം മാത്രമാണപ്പാ നിന്റെ സ്നേഹമാണ് ഞാൻ അനുഭവിക്കുന്നത് രുചിച്ചറിഞ്ഞു എൻ ജീവൻ പോയെന്നാലോ എനിക്കതിൽ ഭാരമില്ല എൻ ജീവൻ പോയെന്നാലോ എനിക്കതിൽ ഭാരമില്ല എൻ്റെ ആത്മാവിനു നിത്യജീവൻ എൻ്റെ യേശുദാൻ ഒരുക്കിയല്ലോ എൻ്റെ ആത്മാവിനു നിത്യജീവൻ എൻ്റെ യേശുദാൻ ഒരുക്കിയല്ലോ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ ഒരിക്കൽ കൂടെ പാടാമോ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായ ചേർന്ന് പാടാം യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ ആ യേശു മതിയെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ അങ്ങ് മതിയായവനാ അങ്ങ് മാത്രം മതിയായവനാ അങ്ങ് മാത്രം സർവശക്തനാ ഇത് പകലിൽ ചേർന്ന് ദൈവത്തിന് പാടാം മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു
നിത്യം നാട തീടേണമേ നിന്റെ ദൈവത്തിന്റെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി. ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ടെന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? കാര്യം ദാനം തരുന്നത് ദൈവമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ ദാനം അനുഭവിക്കുന്ന പകലിൽ നിന്ന് പകലിലാകിയാൽ ചേർന്ന് ദൈവത്തോട് പാടാം. ഹൃദയങ്ങളെ കൈമാറുന്ന പകലിന്റെ പകലിൽ ഏതു ഗുണ ഇല്ല ഞാൻ എന്നിൽ നാഥ ഏതു നല്ലത് ഏതു തിരഞ്ഞെടുക്കണം ഏതുപേക്ഷിക്കണം എന്നുള്ള ജ്ഞാനം ഞങ്ങൾക്കില്ലപ്പാ. അവിടുത്തെ ജ്ഞാനം അനുഭവിപ്പാൻ ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ ഉപദേശിക്കണമേ. നീതിപാതകളിൽ ഞങ്ങളെ നടത്തണമേ. നീതിപാതകളിൽ ഞങ്ങളെ നടത്തണമേ. നിത്യം നാട ഹൃദയങ്ങളെ കൈമാറുന്നൊരു പകൽ. നമ്മുടെ ഇഷ്ടമൊന്നും വേണ്ട, ഞങ്ങളുടെ ഇഷ്ടമൊന്നും വേണ്ടെന്ന് പറയുന്ന ഒരു പകൽ. അവിടുത്തെ ദാനമാ ഞങ്ങൾ അനുഭവിക്കുന്നെന്ന് പാടിയില്ലേ? ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞില്ലേ? ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കുന്നവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഓട്ടത്തിനനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്, നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ച് ഓടുന്നത് മുഴുവൻ അബദ്ധമായി മാറിയപ്പോൾ ഇന്ന് പകലിൽ കർത്താവേ നിന്റെ ഹിതത്തിന് ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഹൃദയങ്ങൾക്ക്
ആശ്വാസവും സമാധാനവും എൻ്റെ ദൈവം ഇന്ന് പകൽ പകരുകയാണ്. ആരാധനയുടെ നടുവിൽ പ്രിയ ദൈവജനമേ, ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയങ്ങളെ പകർന്നു കൊടുക്കുന്നവർക്ക് ഒരു നിത്യമായ സമാധാനവും ആശ്വാസവും, നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വഴികളും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നത് ഇന്ന് പകൽ ആത്മാവിൽ നിന്ന് കണ്ടേ. വേദനയോടെ കടന്നു വന്നവരുണ്ടെങ്കിൽ, ആ പ്രയാസത്തോടെ കടന്നു വന്നവരുണ്ടെങ്കിൽ, ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വ്യക്തിപരമായി നിങ്ങളോട് ഇന്ന് പകലിൽ കർത്താവ് സംസാരിക്കുക, നിങ്ങളോട് കർത്താവ് ഇടപെടുക. ആ ദൈവിക സാന്നിധ്യം എത്ര പേർ ആത്മാവിൽ കാണുന്നുണ്ട്, എത്ര പേർക്ക് ആ ദൈവിക സ്പർശനം അനുഭവിക്കാനിടയാകുന്നുണ്ട്. സൗഖ്യമാക എന്ന് പറയുന്ന ശബ്ദം ഇന്ന് പകലിൽ എത്ര പേർ കേൾക്കുന്നുണ്ട്? ഓ, വിടുതൽ പ്രാപിച്ചിരിക്കുക ഇന്ന് പറയുന്ന ശബ്ദം എത്ര പേർ കേൾക്കുന്നുണ്ട്? മരിച്ചവനോട് ഉയർത്തെഴുന്നേൽക്ക എന്ന് പറയുന്ന ശബ്ദം ഇന്ന് പകലിൽ എത്ര പേർ കേൾക്കുന്നുണ്ട്? ആ ഇമ്പസ്വരം, യേശുവേ ഒരു വാക്ക് മതി എന്ന് ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ കഷ്ടങ്ങളിൽ നല്ല തുണയാണ്. നമ്മുടെ കണ്ണുനീര് അവൻ തുടയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവനൊരു ഓഹരി കരുതിയിട്ടുണ്ട്. അത് വിശ്വാസത്തോടെ അങ്ങ് ഏറ്റെടുത്താൽ മാത്രം മതി. കാരണം മരുഭൂമിയിൽ വഴി നടത്തിയൊരു ദൈവം, ചെങ്കടലിൽ പാതയൊരുക്കുന്നൊരു ദൈവം, വലങ്കൈക്ക് പിടിച്ചു നടത്തുന്നൊരു ദൈവം, എന്റെയും നിങ്ങളുടെയും മുമ്പിൽ എത്രയെത്ര വാതിലുകൾ അടഞ്ഞുപോയി. വാതിലുകൾ പലതും അടഞ്ഞോട്ടെ, നമുക്ക് വേണ്ടി പുതുവഴി തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തിനൊരു മഹത്വം കൊടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല കേട്ടോ. വാനം ഭൂമി കാണുന്ന സകലതും മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. എത്ര പേർക്ക് ചേർന്ന് ദൈവത്തിനൊരു മഹത്വം പറയാൻ കഴിയും? ആ വാക്ക് മാറാത്ത ദൈവമാ പറയുന്നത്, ഞാൻ നിന്നെ കരം പിടിച്ചു നടത്താമെന്ന്. ഇന്ന് പകലിൽ എന്നോടും നിങ്ങളോടും കരം പിടിച്ചു നടത്താമെന്ന് പറയുന്നുണ്ടെങ്കിൽ അന്ത്യം വരെ നടത്താൻ ദൈവം വിശ്വസ്തൻ. ശാരീരികമായ പ്രയാസങ്ങളായി ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞ് ഓരോരുത്തർ അനുഭവിച്ച് നടത്തുമ്പോൾ ഇന്ന് പകലിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. രോഗങ്ങളാൽ നീ വലയുകയാണോ? ഭാരങ്ങളാൽ നീ തളരുകയാണോ? അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം ഇന്ന് പകലിലും വന്നിരിക്കുക. വചനമയച്ച് നമ്മെ വിടുവിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. എന്നും നീ രോഗിയായി കിടക്കാൻ ആ പിശാച് ആഗ്രഹിക്കുന്നത്, നീ നടക്കരുതെന്ന പിശാച് ആഗ്രഹിക്കുന്നത്, നിന്റെ തല ഉയരരുതെന്ന പിശാച് ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് പകലിൽ ദുഷ്ട പിശാചേ, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ ആ ഇമ്പ ശബ്ദം ഇന്ന് പകലിൽ വിഷയത്തിന് മേൽ ചലിക്കുകയാ. ഇന്ന് പകലിൽ വെറുങ്കയോടെ മടങ്ങിപ്പോകരുതേ, വെറുങ്കയോടെ മടങ്ങിപ്പോകരുതേ. യേശുവിനെ കാണാൻ വന്നെങ്കിൽ, യേശു സൗഖ്യമാക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു വിടുവിക്കുന്നവനാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു രക്ഷകനാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ, അവൻ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും, അവൻ നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും, അവൻ നിന്നെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. നമ്മെ പറഞ്ഞു പറ്റിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ, നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ തെറ്റിക്കുന്ന മനുഷ്യ ബുദ്ധിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും ഒരുപക്ഷെ പകച്ചു നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കാം. അതുകൊണ്ടാണ് പാട്ടുകാരനോടുകൂടെ ചേർന്ന് നമ്മൾ നേരത്തെ പാടിയത്, ഏത് ഗുണം, ഏത് നല്ലത്, ഏത്
മോശമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നടത്തണമെന്ന് ഇന്ന് പകലിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന ദൈവസന്നിധിയിൽ പാടാൻ കഴിയുമോ? എനിക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയായ യേശു. കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കും, കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കും. ഹല്ലേലൂയ. ചേർന്ന് പാടാം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. നിനക്കായി കരുതോ അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തോ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തോ. വാതിലുകൾ പലതും അടഞ്ഞിടിലോ, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലോ, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ.
കഷ്ടങ്ങളിൽ കണ്ണുനീര് തുടയ്ക്കും. കഷ്ടങ്ങളിൽ അവൻ തുണയായി, നല്ല ദൈവമായി നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നൊരു ദൈവം. ചേർന്ന ദൈവസന്നിധിയിൽ നന്ദി പറയാം. കഷ്ടങ്ങളിൽ നമ്മെ നടത്തുന്ന ദൈവം, കഷ്ടങ്ങളിൽ കരം പിടിച്ച് നടത്തുന്ന ദൈവം. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. വിശ്വാസത്തോടെ ചേർന്ന കഷ്ടങ്ങളിൽ തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. പറയാം ചേർന്ന്, കഷ്ടങ്ങളിൽ അവൻ നല്ല തുണ, അവൻ എന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം എന്ന് പറഞ്ഞവൻ, ഇതാകുന്നു വഴി, ഇതിലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞവൻ, കണ്ണുനീരിനെ തുടയ്ക്കുന്നവൻ, കണ്ണുനീരിനെ മാനിക്കുന്നവൻ. അവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കോ. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തെയാ നാം ആരാധിച്ചത്, ഇത്ര നല്ല ദൈവത്തെയാ നാം സ്തുതിച്ചത്. സകലത്തിലും മതിയായ ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ പ്രയാസങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, നിരാശകളുടെ കൂമ്പാരങ്ങളുടെ നടുവിൽ ഇന്ന് പകലിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ചിറകടിയിൽ ഞാൻ നിങ്ങളുമായതുകൊണ്ട്
ആ സ്നേഹം അനുഭവിക്കുന്ന ദൈവജനമേ, നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. അതുകൊണ്ടാ പറയുന്നത്, നിന്റെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം തരാൻ വേറെ ആർക്ക് കഴിയും? കുറ്റപ്പെടുത്തലിന്റെ നടുവിൽ, പരാതികളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ധൈര്യം ചോരാതെ, വിശ്വാസം ചോരാതെ നിന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാ ദൈവത്തിന് ഇന്നു പകലിൽ നമുക്ക് ഹൃദയം തുറന്ന ദൈവത്തെ ആരാധിപ്പാൻ കഴിഞ്ഞത്. മനുഷ്യന്റെ വാക്കുകൾ കേട്ടാൽ പരാജയം മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവശബ്ദം കേട്ട ദൈവ പൈതലേ, നമ്മെ നടത്താൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്കിന്ന് പകലിൽ ഒരു കാര്യം ചെയ്യാം. തുടർന്ന് ആയുസ് എത്ര അനുവദിക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ല. ആരോഗ്യത്തോടെ നിൽക്കുമോ എന്ന് ഉറപ്പില്ല. എന്നാൽ ഇന്ന് പകലിൽ ഒരു കാര്യം നമുക്ക് ദൈവസന്നിധിയിൽ പറയാം. അപ്പാ, ഞാനിതാ അവിടുത്തെ സന്നിധിയിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ ക്രൂശിന്റെ മറവിലേക്ക് ഞാനിതാ ഓടി വരികയാണ്. ആ ക്രൂശോട് ചേർന്ന് എന്നെ ബന്ധിക്കണമേ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധുക്ഷീണൻ കുരുടൻ, സർവ്വവും എനിക്കെച്ചിൽ പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ തേടും നിൻ മുഖം
സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. ഒരിക്കൽ കൂടെ ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. ആടിയനീതാ, ആടിയനീതാ ദേവാ, ആടിയനീതാ ദേവാ, ആടിയനീതാ ദേവാ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ പകലിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞങ്ങളെ നടത്തിയതിന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ നടത്തിയതിന്, ഞങ്ങളെ നിലനിർത്തിയതിന്, ഞങ്ങളെ പോറ്റിയതിന്, ഞങ്ങളെ പുലർത്തിയതിന്, ഞങ്ങളുടെ യാത്രയിൽ ദൂതന്മാരുടെ കാവലേൽപ്പിച്ചതിന്, ഞങ്ങളുടെ നിൽപ്പ്, കിടപ്പ്, ഇരിപ്പ്, നടപ്പ് എല്ലാം അറിഞ്ഞ് ഞങ്ങളെ നടത്തിയതിന് ആത്മാർത്ഥമായി ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുവാൻ ഒരവസരം കൂടി ഞങ്ങൾക്ക് ഭൂമിയിൽ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് രാജാതിരാജാവും കർത്താതികർത്താവും മഹത്വത്തിന്റെ നാഥനുമാ, സകല സൃഷ്ടിതാവ, സകലത്തിന്റെയും സൃഷ്ടിതാവ, സകല മാനവജാതിയുടെയും രക്ഷിതാവ. ആ ദൈവം ആയതുകൊണ്ടും ഞങ്ങളെ വിടുവിച്ചത് കൊണ്ടും, ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടും, ഞങ്ങളെ രക്ഷിച്ചത് കൊണ്ടും, ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ടും, ഞങ്ങൾക്ക് വേണ്ടി നിത്യത ഒരുക്കിയത് കൊണ്ടും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ആയുസ് എത്രയാണോ ഈ ഭൂമിയിൽ അനുവദിക്കുന്നത്, ആരോഗ്യത്തോടെ ബലത്തോടെ വീണ്ടും നിന്ന് കർത്താവിന് സാക്ഷിയാകുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണം. ഇന്ന് പകലിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് അങ്ങയുടെ അടുത്ത് വന്ന് നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. അങ്ങയെ കാണുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ സ്പർശനമേൽക്കുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിച്ചതിനായി അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായെന്ന് വചനം പറയുമ്പോൾ ഈ പകലിൽ ആ സൗഖ്യം അനുഭവിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി ഇന്ന് പകലിലെ ആരാധന അവിടുന്ന് സ്വീകരിച്ചതിനായി മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.